ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 4-ാം അധ്യായമായ മായാദർശനത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: ഇന്ദ്രിയാണാം ഹി വിഷയ പ്രപഞ്ചോയം വിസൃജ്യതേ യയാസൈവാപരാധ്യാത്മ സ്ഥൂലസങ്കൽപ്പനാമയീ. ഒന്നുകൂടി: ഇന്ദ്രിയാണാം ഹി വിഷയ പ്രപഞ്ചോയം വിസൃജ്യതേ യയാസൈവാപരാധ്യാത്മ സ്ഥൂലസങ്കൽപ്പനാമയീ. അന്വയം: ഇന്ദ്രിയാണാം വിഷയ അയം പ്രപഞ്ച യയാ വിസൃജ്യതേ സാ ഏവ ഹി അധ്യാത്മസ്ഥൂലസങ്കൽപ്പനാമയീ അപര. അർത്ഥം: ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായ ഈ പ്രപഞ്ചത്തെ യാതൊരു മായയാണോ സൃഷ്ടിക്കുന്നത്, അത് ആത്മാവിൻ്റെ സ്ഥൂലസങ്കൽപ്പനാമയിയായ അപര എന്ന മായാശക്തിയാണ്. മുൻപ് പര എന്ന മായാശക്തിയെപ്പറ്റി പറഞ്ഞപ്പോൾ അത് ജീവാത്മാവിൻ്റെ സൂക്ഷ്മാംഗങ്ങളായ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പ്രാണങ്ങളും ആണ്. ഇവയെ സൃഷ്ടിക്കുന്ന മായാശക്തിയാണ് എന്ന് പറയുകയുണ്ടായി. എന്താണ് ഈ സൂക്ഷ്മാംഗങ്ങളുടെ ഉപയോഗം? വിഷയങ്ങളെ തേടിപ്പിടിച്ച് കണ്ടെത്തുക, അവയെ മനസ്സിനും ബുദ്ധിക്കും അയച്ചു കൊടുക്കുക എന്ന ജോലി ചെയ്യാനാണ് ഇന്ദ്രിയങ്ങൾ. വിഷയങ്ങളുടെ ഗുണദോഷങ്ങളെ വിശകലനം ചെയ്യുന്നത് ബുദ്ധിയുടെ പണിയാണ്. വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും ലഭ്യമായ വിഷയങ്ങളെ സുഖദുഃഖാദി അനുഭൂതികളാക്കി മാറ്റുന്നതും മനസ്സാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദേഹത്തെ സജീവമാക്കി നിർത്തുന്ന ജോലിയാണ് പ്രാണങ്ങൾക്കുള്ളത്. ഈ പറയപ്പെട്ട സൂക്ഷ്മാംഗങ്ങളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ജീവാത്മാവ് അഹങ്കാരം ആകുന്ന കാരണദേഹത്തിൽ ഇരുന്ന് പ്രപഞ്ചത്തെ ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ അനുഭവിക്കുന്നു. അതായത് അഹങ്കാരം മുതൽ ഇന്ദ്രിയങ്ങൾ വരെയുള്ള എല്ലാം ചേർന്നത് പ്രകൃതിയുടെ ഭോക്തൃരൂപമാണ്. അതിൻ്റെ കാരണവസ്തുവാണ് പര എന്ന മായാശക്തി. ഇപ്രകാരം പരയാൽ സൃഷ്ടിക്കപ്പെട്ട ഭോക്തൃരൂപത്തിനു വേണ്ടി ഭോഗ്യവസ്തുക്കൾ ആയ ഭോക്തൃവസ്തുക്കളായ വിഷയമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. പ്രപഞ്ചം പഞ്ചമഹാഭൂതങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയുടെ പഞ്ചീകൃത രൂപമാണ്. പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി സൂക്ഷ്മാവസ്ഥയിൽ നിന്ന് ക്രമേണ സ്ഥൂല രൂപത്തിലേക്ക് പരിണമിച്ച് ഉണ്ടായതാണ് എന്ന് ഒരു സിദ്ധാന്തമുണ്ട്. ബ്രഹ്മത്തിൽ നിന്നും ശബ്ദം എന്ന അതിസൂക്ഷ്മമായ ശബ്ദം എന്ന ഗുണത്തോടു കൂടിയ അതിസൂക്ഷ്മമായ ആകാശവും, അതിൽ നിന്ന് ശബ്ദവും സ്പർശവും എന്ന 2 ഗുണവും ഉള്ള വായുവും, അതിൽ നിന്ന് ശബ്ദവും സ്പർശവും രൂപവും ഉള്ള അഗ്നിയും, അതിൽ നിന്ന് ശബ്ദവും സ്പർശവും രൂപവും രസവും ഉള്ള ജലവും, അതിൽ നിന്ന് ഈ പറയപ്പെട്ട ഗുണങ്ങളോടൊപ്പം ഗന്ധം എന്ന ഗുണവും കൂടി ചേർന്ന് ഭൂമിയും ഉണ്ടായി എന്നതാണ് ഈ സിദ്ധാന്തം. എന്നാൽ വേദാന്തികൾ
ഈ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നില്ല. കാരണം വേദാന്ത ദൃഷ്ട്യാ പ്രപഞ്ചം സങ്കല്പകൽപ്പിതമാണ്, മനോമയമാണ്. അതായത് മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രപഞ്ചം. മനസ്സില്ലെങ്കിൽ പ്രപഞ്ചവുമില്ല. സങ്കല്പത്തിന് പരിണാമങ്ങളുടെ ആവശ്യവും ഇല്ല. സൂക്തേരിവ പ്രാദുരാസീത് യുഗവത് സ്വസ്യ വീക്ഷയ എന്ന് 1-ാം അധ്യായത്തിൽ പറയപ്പെട്ടത്, അതായത് ഉണർന്നപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഒന്നാകെ കാണുന്നത് പോലെ എല്ലാം ഒരുമിച്ച് നമ്മുടെ കാഴ്ചയിൽ പ്രകടമായി നിൽക്കുന്നതാണ് പ്രപഞ്ചം. അങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശത്തെപ്പറ്റിയാണ് മുൻപ് പറഞ്ഞത്. എന്തെന്നാൽ ഇത് പരയുടെ സൃഷ്ടിയായ പ്രകൃതിയുടെ ഭോക്തൃരൂപമായ ഇന്ദ്രിയാണി മനോബുദ്ധി പഞ്ചപ്രാണാദികൾക്ക് ഒരു ഭോഗ്യവസ്തു വേണം. അതാണ് പ്രപഞ്ചം. മനസ്സും ബുദ്ധിയും ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ് പ്രപഞ്ചത്തെ അറിയുന്നത്. അതും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ രൂപങ്ങളിലാണ്. ഇവ 5ഉം പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളുമാണ്. ശബ്ദം ആകാശത്തിൻ്റെ തന്മാത്ര, സ്പർശം വായുവിൻ്റെ തന്മാത്ര, രൂപം അഗ്നിയുടെ തന്മാത്ര, രസം ജലത്തിൻ്റെ തന്മാത്ര, ഗന്ധം ഭൂമിയുടെ തന്മാത്ര. കാതുകൊണ്ട് ശബ്ദഭേദങ്ങളെയും ത്വക്കുകൊണ്ട് ശീതോഷ്ണാദികളെയും കണ്ണുകൊണ്ട് രൂപഭേദങ്ങളെയും നാവുകൊണ്ട് രുചിഭേദങ്ങളെയും നാസിക കൊണ്ട് ഗന്ധഭേദങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങൾ മനസ്സിനെ പ്രപഞ്ചത്തെ കാട്ടിക്കൊടുക്കുന്നു. മനസ്സ് അങ്ങനെ പ്രപഞ്ചത്തെ എല്ലാവിധത്തിലും കണ്ട് ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു. ഇങ്ങനെയാണ് പര എന്ന മായാശക്തിയുടെ സൃഷ്ടിയാകുന്നതും ചിതാത്മാവിൻ്റെ അഥവാ ജീവാത്മാവിൻ്റെ സൂക്ഷ്മാംഗങ്ങൾ ആകുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും പഞ്ചപ്രാണങ്ങളും പ്രപഞ്ചത്തിൻ്റെ ഭോക്താവ് ആയി തീരുന്നത്. ഇനി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ അപര എന്ന മായയുടെ പ്രവൃത്തി എങ്ങനെയെന്ന് നോക്കാം. അപരയെപ്പറ്റി ഇവിടെ പറഞ്ഞത് അധ്യാത്മസ്ഥൂല സങ്കല്പനാമയി എന്നാണ്. അധ്യാത്മം എന്നാൽ ആത്മാവിനെ ആധാരമാക്കിയുള്ളത് എന്നാണ് അർത്ഥം. പരയെപ്പറ്റി പറഞ്ഞത് ചിതാത്മന എന്നാണ്, അതായത് ജീവാത്മാവിൻ്റേത് എന്ന്. അതായത് രണ്ടും ആത്മാവിൻ്റെ തന്നെയാണ്. ചിതാത്മാവ് എവിടെയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ദേഹി ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളായ ദേഹങ്ങളുടെ ഉടമ എന്ന ഭാവേന ഇവയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു. അതുകൊണ്ടാണ് ജീവാത്മാവ് എന്ന പേര് വന്നത്. അതിൽ നിന്നാണ് പര എന്നും അപര എന്നുമുള്ള മായകൾ ഉണ്ടായത്. പര എന്ന മായ ദേഹത്തെ കേന്ദ്രീകരിച്ച് ഇന്ദ്രിയാണി മനോബുദ്ധി പഞ്ചപ്രാണാദികളെ സൃഷ്ടിച്ച കാര്യം നേരത്തെ പറഞ്ഞു. ഇനി പ്രപഞ്ച സൃഷ്ടിക്കായി ദേഹങ്ങൾ ഉപേക്ഷിച്ച് പുറത്തിറങ്ങി വന്നോ? ഇല്ല. അപര എന്ന മായാശക്തി അത് ആത്മാവിൻ്റെ സങ്കല്പശക്തിയാണ്. അത് സ്ഥൂല സങ്കല്പനാമയി ആണ് എന്ന് എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട് എന്ന് മാത്രം. അപരയുടെ സ്ഥൂല സങ്കല്പം പ്രകൃതിയുടെ സൃഷ്ടികളായ മനസ്സിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയുമാണ് നടക്കുന്നത്. മനസ്സ് സങ്കല്പിക്കുന്നു, ഇന്ദ്രിയങ്ങൾ അതിന് രൂപം കൊടുത്ത് പുറമേ ഉള്ളതായി പ്രകടമാക്കുന്നു. ചക്ഷു
പശ്യതി രൂപാണി മനസാ നച ചക്ഷുഷ. കണ്ണ് രൂപങ്ങളെ കാണുന്നത് കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. അതായത് കാഴ്ചയുണ്ടാകുന്നത് മനസ്സിലാണ്. മനസ്സിൻ്റെ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിൻ്റെ പ്രവൃത്തി സങ്കല്പമാണ്. അങ്ങനെയെങ്കിൽ മനസ്സിലുണ്ടായ കാഴ്ചകളും എന്താണ്? മനസ്സിലുണ്ടായ കാഴ്ചകളും സങ്കല്പമാണ്. ആ സങ്കല്പമാണ് കണ്ണ് കണ്ടത്. അതായത് ഇന്ദ്രിയങ്ങൾ പുറത്ത് കാണുന്ന കാഴ്ചകളും അനുഭവങ്ങളും മനസ്സ് സൃഷ്ടിച്ച സങ്കല്പങ്ങളിലെ പ്രതിബിംബങ്ങളാണ്. വിഷയോപഭോഗത്തിനുള്ള മനസ്സിൻ്റെ ഇച്ഛയിൽ നിന്നാണ് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ശബ്ദരാഗാൽ ശ്രോത്രമസ്യ ധ്യായതേ ഭാവിതാത്മന രൂപരാഗാൽ യഥാ ചക്ഷു ഘ്രാണം ഗന്ധജിഗൃഷയാ. മനസ്സ് ശബ്ദം വേണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ശ്രവണേന്ദ്രിയങ്ങൾ ഉണ്ടായി. കാഴ്ച വേണം എന്നാഗ്രഹിച്ചപ്പോൾ നേത്രങ്ങൾ ഉണ്ടായി. ഗന്ധം വേണം എന്നാഗ്രഹിച്ചപ്പോൾ നാസികയുണ്ടായി. അതായത് ആത്മാവിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടിക്കായി ജനിച്ച അപരാ എന്ന മായയുടെ സൃഷ്ടിയായ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ആശ്രയിച്ചാണ് പ്രപഞ്ചം സൃഷ്ടി നടത്തിയത്. അപരാ എന്ന മായ മനസ്സിൽ സ്ഥൂല സങ്കല്പങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സ് ഉറങ്ങുന്ന സമയത്ത് സ്വസങ്കല്പത്താൽ സ്വപ്നമായിട്ട് പല കാഴ്ചകളും ഉണ്ടാക്കുന്നത് പോലെ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് സ്വസങ്കല്പത്താൽ പ്രപഞ്ച ദൃശ്യങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നു എന്നേ ഉള്ളൂ. പ്രപഞ്ച ദൃശ്യങ്ങളോട് സമാനമാണ് സ്വപ്ന ദൃശ്യങ്ങളും സ്വപ്നത്തിലെ കാഴ്ചകളും. അതിനാൽ അതും സ്ഥൂല സങ്കല്പങ്ങളാണ്. അപരപ്രകൃതിയുടെ സൃഷ്ടിയായ മായ ജഡപ്രകൃതിയായ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ട് പരയുടെ സൃഷ്ടിയായ മനസ്സ് ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ് എന്നൊക്കെ മോഹിക്കുന്നത് ഇങ്ങനെ ഉള്ള മോഹങ്ങളെ മനസ്സിൽ ഉണ്ടാക്കുന്നത് മുൻപ് പ്രതിപാദിക്കപ്പെട്ട അവിദ്യ എന്ന മായയാണ്. അവിദ്യയും അപരയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ അപര പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, അവിദ്യ പ്രപഞ്ചത്തെ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു എന്നും അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും എന്നും പറഞ്ഞിട്ടുള്ളതിൽ ഒന്ന് ജഡപ്രകൃതിയെ സത്യമെന്ന് വിശ്വസിക്കുക എന്ന മനസ്സിൻ്റെ സ്ഥിതിയും, രണ്ടാമത്തേത് ജഡപ്രകൃതിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നതുമാണ്. അപര എന്ന മായയിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായില്ലെങ്കിൽ അവിടെ അവിദ്യ എന്ന മായയും ഉണ്ടാവുകയില്ല. പ്രപഞ്ചം ഇല്ലെങ്കിൽ പ്രപഞ്ചത്തെ പറ്റിയുള്ള വിശ്വാസം ഉണ്ടാവുകയില്ല. അതിനാൽ അപര എന്ന മായയാണ് സർവ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് അറിയേണ്ടതാണ്. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.